ഇല്ലാതെ കഷ്ടപ്പാടും കണ്ണുനീരുമായിട്ട് നട്ടം തിരിഞ്ഞ് ലാസ്റ്റ് ആ മകൻ എങ്ങോട്ടാണ് വരുന്നത്? പിതാവിൻ്റെ അടുത്തേട്ട് തന്നെയാണ് വരുന്നത്. സ്വബോധം വീണ്ടെടുത്ത് പിതാവിൻ്റെ അടുത്തേട്ട് ആ മകൻ തിരിച്ചു വരുമ്പോഴാണ് ആ മകൻ്റെ ജീവിതത്തിൽ പിന്നീട് സന്തോഷം നിറയണത്. അതായത് നമ്മൾ തെറ്റ് ചെയ്തിട്ട്, അതായത് പിതാവിനെ വേദനിപ്പിച്ച് ആ മകൻ അകന്നു പോയിട്ട് വരുമ്പോൾ പിതാവ് എന്താ ചെയ്യുക? പിതാവ് ഇത്രയും നാളും ആ മകൻ കാണിച്ചു വെച്ചത് ഓർക്കുവാണോ ചെയ്തത്? അല്ലല്ലോ. വാത്സല്യത്തോടെ പഴയ സ്നേഹം അവന് തിരിച്ചു കൊടുത്ത് അവനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയിലും കരുണയിലും എല്ലാം ആശ്രയിച്ച് നമ്മൾ ജീവിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് നമ്മൾ നടന്നകലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ക്ഷമിക്ക്, വിട്ടുകള എന്നൊക്കെ നമ്മൾ പറയും. ഇല്ല, എനിക്കതിന് പറ്റില്ല, എനിക്കത് വേണ്ട, അല്ലെങ്കിൽ എനിക്കതിന് പറ്റില്ല, എനിക്ക് അങ്ങനെ ഒരു അവരോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ പറയണത് ആരോടാ? നമ്മളെ എന്താ പറയുക, ഏറ്റവും വലിയ മാതൃക കാട്ടിത്തന്ന ദൈവത്തോടാണ് നമ്മൾ പറയണത്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ വേദനകൾ എന്തെങ്കിലും ആണോ? ദൈവം സഹിച്ച വേദനകളുടെ മുമ്പിൽ നമ്മുടെ വേദനകൾ എന്തെങ്കിലും ആണോ? ദൈവമല്ലേ ഏറ്റവും കൂടുതൽ വേദനയേറ്റ മനുഷ്യൻ. ആ ദൈവത്തോടാണോ നമ്മൾ പരാതികളും നമ്മളുടെ വേദനകളും? എല്ലാവരുടെയും വേദനകൾ എല്ലാവർക്കും വലുതാണ്. പക്ഷേ ദൈവം പലപ്പോഴും നമ്മളോട് പറയുന്നുണ്ട്, ക്ഷമിക്ക്, വിട്ടുകള എന്നൊക്കെ. പക്ഷെ നമ്മൾ കേൾക്കാറുണ്ടോ? നമ്മൾ ഹൃദയം കഠിനമാക്കി വയ്ക്കും. ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ എന്താ വരുന്നത്? ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് നമ്മൾ നടന്നു പോവുകയാണ് ചെയ്തത്. ദൈവമല്ല നമ്മളെ കളഞ്ഞേക്കുന്നത്, നമ്മളാണ് ദൈവത്തിൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് ഒരു നാൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. പിന്നെ നമ്മൾ ആ സ്നേഹം വീണ്ടെടുക്കുന്നത് എപ്പോഴാണ്? തിരിച്ച് നമ്മൾ ദൈവത്തെ തേടി ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിനും കരുണയ്ക്കും പരിപാലനയ്ക്കുമെല്ലാം നമ്മൾ വീണ്ടും അർഹരാകും. അപ്പോൾ ജീവിതത്തിൽ മുറിവുകൾ ഏൽക്കുന്നത് പല രൂപത്തിലും പലര് വഴിയായിരിക്കും. പക്ഷേ അവരോടൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഹൃദയം കൊണ്ട് ക്ഷമിച്ചേക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ അർഹരാകും. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ അർഹരാകുമ്പോഴെന്താ? നമുക്ക് ദൈവത്തിൽ നിന്ന് ആശ്വാസം കിട്ടും. നമ്മുടെ മുറിവുകളിൽ, നമ്മുടെ വേദനകളിൽ നമുക്ക് സൗഖ്യം കിട്ടും. അതാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിൻ്റെ പാത പിന്തുടരാതെ നമ്മൾ ഹൃദയം കഠിനമാക്കി വയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വേദനകൾ മാറാതെ നിൽക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന്, അതായത് നമ്മൾ ദൈവത്തിന് വിട്ടു പോകുമ്പോൾ നമ്മളിൽ ദൈവത്തെ വിട്ടു പോകുമ്പോൾ നമ്മളിലെ സ്നേഹമെന്ന അവസ്ഥ അവിടെ മാറി മറിയുകയാണ്. അതായത് ക്ഷമിക്കുന്ന സ്നേഹം നമ്മളിലുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ അർഹരാകും. ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ഉപമയിലെ ആ പിതാവിൻ്റെ ഇതിലെന്താ പുത്രന് എന്താ പറയുക, ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളുമാണ് സഹിക്കേണ്ടി വന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ വീണ്ടെടുത്ത് സ്വബോധത്തിൽ തിരിച്ചെടുത്ത് പിന്നീട് തിരിച്ചു വരുമ്പോഴാണ് പിന്നീട് സന്തോഷങ്ങളും ഇതെല്ലാം തിരിച്ചു കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറിവുകൾ തന്നത് പല വ്യക്തികളാകാം, പല സന്ദർഭങ്ങളാകാം. അതെല്ലാം നമ്മൾ ഹൃദയം കൊണ്ട് ക്ഷമിച്ചേക്കുക. ക്ഷമിക്കുമ്പോൾ പിന്നെ ആ മുറിവുകളെല്ലാം മാഞ്ഞ് പിന്നെ നമ്മൾ അതിനെ ചിന്തിക്കുക വേണ്ട, വിട്ട് കളഞ്ഞേക്കുക. ആ ഒരു വിഷയം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവരോട് ഒരു ശത്രുതയും ഒരു ഇതും നമ്മൾ ഹൃദയത്തിൽ വെച്ച് വെക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞു. കാരണം ദൈവം നമ്മൾ ക്ഷമിക്കുന്ന സ്നേഹം നമ്മളിൽ വരുമ്പോൾ തന്നെ എന്നാ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു മുറിവുകൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുക. നമ്മൾ എന്ത് വേദനയിലും പ്രയാസവും ആരെയാണ്? നമ്മൾ ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. ദൈവമാണ് നമ്മുടെ മുറിവുണക്കുന്നതും ദൈവത്തിൽ നിന്നുമാണ് നമുക്ക് ആശ്വാസം തരണതും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്താ? ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ പരിപാലനയുമാണ്. നമ്മുടെയൊക്കെ സങ്കടങ്ങൾക്ക് കാരണം എന്താ? നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ വിട്ടുകൊടുക്കില്ല, ക്ഷമിക്കില്ല
എന്നുള്ള നമ്മുടെ ബലം പിടുത്തം തന്നെയാണ് നമ്മുടെ സങ്കടങ്ങൾക്ക് കാരണം. അങ്ങനെ ബലം പിടിക്കുമ്പോൾ എന്താ നമുക്ക് നഷ്ടപ്പെടുന്നത്? എന്താ? ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അത് തിരിച്ചറിയാതെ നമ്മൾ ഹൃദയം കഠിനമാക്കി വെക്കുമ്പോൾ എന്താ, ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ദൈവമല്ല നമ്മളെ കളഞ്ഞിട്ട് പോയിരിക്കുന്നത്, നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയേക്കുന്നത്. അപ്പം നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തിരികെ വരണം. തിരികെ വന്ന് നമ്മൾ ദൈവത്തോട് ആ മകൻ ഏറ്റു പറയുന്നുണ്ട്, തെറ്റു പറ്റിപ്പോയി പിതാവേ എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കിലാണ് ദൈവത്തിൻ്റെ ആ പിതാവിൻ്റെ മനസ്സലിഞ്ഞ് ആ മകന് സ്നേഹം മുഴുവൻ തിരിച്ച്, അതുപോലെ നമ്മുടെ മനസ്സ് തുറന്ന്, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുക, തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി എന്ന് ഹൃദയം തുറന്നു പറയണത് ദൈവത്തിന് ദൈവം വേദനകളെ സഹിച്ചവനാണ്. നമ്മുടെ വേദനകളും നമ്മുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കാൻ ദൈവത്തെ പോലെ മറ്റൊരാൾക്ക് കഴിയില്ല. അപ്പം ആ ദൈവത്തോടാണ് നമ്മൾ എന്താ പറയുക, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല എന്നൊരു വാക്ക് പറയണത്. പക്ഷേ ദൈവം എന്ത് മാതൃക നമുക്ക് കാണിച്ചു തന്നേക്കുന്നത്? ദൈവം എല്ലാവരോടും ക്ഷമിച്ചവനല്ലേ? ദൈവം വേദനകളെ അറിഞ്ഞവനല്ലേ? വേദനയുടെ ആഴം അറിഞ്ഞവനല്ലേ നമ്മുടെ ദൈവം? ആ ദൈവത്തോടാണോ നമ്മൾ പരാതി പറയുന്നത്? അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏൽക്കുന്ന കൊച്ചു കൊച്ചു മുറിവുകൾ എന്താ പറയുക, നമ്മൾ ഹൃദയം കൊണ്ട് ക്ഷമിച്ചേക്കുക. എത്ര പ്രിയപ്പെട്ടവർ തന്ന മുറിവുകളായാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചേക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ തരുന്ന മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് അങ്ങനെ മുറിവുകൾ ഉണക്കാതെ വരുന്നതോളം അത് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്ഷമ കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ ആ മുറിവുകൾ ഇങ്ങനെ നമ്മളെ എന്നും അസ്വസ്ഥരാക്കി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ഒരിക്കലും അടുപ്പിക്കില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ അർഹരാകണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹം നമ്മളിൽ വേണം. ക്ഷമിക്കുന്ന സ്നേഹം നമ്മളിൽ ഉണ്ടായാലേ ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടുമെന്നാണ് എനിക്കൊരു ദിവസം തന്ന മെസ്സേജ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇഷ്ടപ്പെടുവാണെങ്കിൽ തുടർന്ന് കാണുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.